ബ്രൊമാൻസ് എന്ന മലയാള ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏകദേശം 10 പുതിയ ചിത്രങ്ങളാണ് ഓൺലൈൻ വഴി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം കുമ്മാട്ടിക്കളി എന്നൊരു ചെറിയൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഗോകുൽ സുരേഷൊക്കെയാണ് പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഏപ്രിൽ 25-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യും. അതുപോലെ തന്നെ കള്ളം എന്നൊരു ചെറിയൊരു മലയാള ചിത്രം കൂടി മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഏപ്രിൽ 25-ാം തീയതി തന്നെ, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ പ്രീമിയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഹണ്ട് എന്നൊരു മലയാള ചിത്രം. ഇതൊരു ഹൊറർ ത്രില്ലർ ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചിത്രം വൈകാതെ തന്നെ മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിത്രം മനോരമ മാക്സിലൂടെ അടുത്ത ആഴ്ച പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 4-ാം ചിത്രം മാഡ് എന്നൊരു തെലുങ്ക് ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മാഡ് സ്ക്വയർ എന്നൊരു ചിത്രമാണ്. ഇതൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഈ വരുന്ന ഏപ്രിൽ 25-ാം തീയതി മുതൽ, അതായത് ഇന്ന് രാത്രി മുതൽ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സ് നിർമ്മിച്ചുകൊണ്ട് ഇനി പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ഹിന്ദി ചിത്രമായിട്ടുള്ള ജവൽ തീഫ് എന്നൊരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് രാത്രിയോട് കൂടി തന്നെയാണ് പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. 6-ാമത്തെ ചിത്രം ഹെവോക്ക് എന്നൊരു ഹോളിവുഡ് മൂവിയാണ്. ഈ ഒരു ചിത്രവും നിർമ്മിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് മികച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 25-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെയാണ് പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തത് നിതിൻ, ശ്രീലീല എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന റോബിൻ ഹുഡ് എന്നൊരു തെലുങ്ക് ചിത്രമാണ്. ചിത്രം വലിയൊരു വിജയമായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു ചിത്രം സി5 എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന മെയ് മാസം 2-ാം തീയതിയോടുകൂടി പ്രീമിയർ ചെയ്യുമെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 8-ാം ചിത്രം വിക്രം നായകനായിട്ട് എത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം, അതായത് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വീര ധീര സൂര എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ സുരാജ് ചേട്ടനും ഒരു പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന് അന്ന് മികച്ച റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം ഏപ്രിൽ 24-ാം തീയതി പ്രീമിയർ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ചിത്രം ഏപ്രിൽ 24-ാം തീയതി, അതായത് ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള മലയാള ചിത്രമായിട്ടുള്ള ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 260 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രവും ഇന്നു മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 10-ാമത്തെ ചിത്രം സുരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് റിലീസായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമായിട്ടുള്ള എക്സ്ട്രാ ഡീസൻറ്റ് എന്നൊരു ചിത്രമാണ്. അന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ ചിത്രങ്ങളുടെ ഇടയിൽപ്പെട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചെറിയൊരു ഡാർക്ക് കോമഡി മൂവി കൂടിയാണിത്. ഇതൊരു മികച്ച ചിത്രം തന്നെയാണ്. ഈ ചിത്രത്തിന്റെ HD പ്രിന്റ് ഒക്കെ മുമ്പ് ലീക്കായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ റിലീസ് അവകാശങ്ങളൊക്കെ മനോരമ മാക്സും അതുപോലെ തന്നെ സൈന പ്ലേയുമാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതി മുതലാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തത് അജിത് നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുഡ് ബാഡ് അഗളി എന്നൊരു തമിഴ് ചിത്രമാണ്. ഇത് ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു ചിത്രമാണ് ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള തമിഴ് ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്തുള്ള ചിത്രമായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 200 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന മെയ് മാസം 9-ാം തീയതിയോ അല്ലെങ്കിൽ 8-ാം തീയതിയോ ആയിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ബ്രൊമാൻസ് എന്നൊരു മലയാള ചിത്രമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സോണി ലീവാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ പ്രീമിയർ ചെയ്യും എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ മെയ് മാസം 1-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.